നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിനം കൂടിയാണെന്ന്. 1516 ദിവസമാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റിട്ട്. അത്ര ദിവസങ്ങൾ യഥാർത്ഥത്തിലായിരിക്കുന്നു. വലിയ പ്രതീക്ഷകൾ വാഗ്ദാനം നൽകിക്കൊണ്ട് അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ അവരുടെ സഖ്യകക്ഷിയായ ശിവസേന തന്നെ വിശേഷിപ്പിച്ചത് ഈ 10,000 വർഷത്തിനിടയിലെ ഏറ്റവും മോശം സർക്കാർ എന്ന് തന്നെയാണ്. സഖ്യകക്ഷി തന്നെ വിശേഷിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ കണക്കിന്റെ കളികളിൽ ഒരുപക്ഷെ പാർലമെന്റിൽ, ലോക്സഭയിൽ ഇന്ന് ഈ അവിശ്വാസം പാസ്സായേക്കില്ല. പക്ഷേ തുടങ്ങിയിടത്ത് നിന്ന് എവിടെ നിൽക്കുന്നു എന്ന സർക്കാർ എന്ന ആ വലിയ വിലയിരുത്തൽ ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും ഈ മണിക്കൂറുകൾ, ഈ നിമിഷങ്ങൾ എന്ന് സ്വാഭാവികമായും നമുക്ക് വിലയിരുത്താം. ഡോക്ടർ ഗോപിനാഥ് പിള്ള, അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ശിവസേന നേതാവ് പെരിങ്ങമല അജി ഉൾപ്പെടെയുള്ളവർ ചർച്ചയ്ക്ക് നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ ഗോപിനാഥ് പിള്ള, എങ്ങനെയാണ് ഈ സർക്കാരിനെ പൊതുവിൽ സ്വാഭാവികമായും ഈ കാലഘട്ടത്തിൽ വിലയിരുത്തുന്നത്? കാരണം അതിന്റെ ഒരു പ്രതിഫലനം, ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണല്ലോ യഥാർത്ഥത്തിൽ ഇന്നത്തെ അവിശ്വാസം സഭയിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ വിലയിരുത്താനുള്ള ഏറ്റവും വലിയൊരു അവസരം, ഒരുപക്ഷെ മോഡി ഗവൺമെൻറ്റിനെ വിലയിരുത്താനുള്ള ഏറ്റവും ആദ്യത്തെ അവസരം കൂടിയാണ് ഇന്ന് പാർലമെൻറ്റിന് ലഭിച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്ത്യയിൽ ഭരണം നടത്തുന്ന ഒരു ഭരണകക്ഷിയുടെ അതിൻ്റെ പോരായ്മകൾ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ നമുക്ക് വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത്. പ്രത്യേകിച്ചും 2019 ഇലക്ഷനിൽ വരാൻ പോകുന്ന ഈ അവസരത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു നല്ല വിലയിരുത്തൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് മുഴുവനും ഇന്ന് കാണാൻ കഴിഞ്ഞ ഒരു നല്ല ചർച്ച തന്നെയായിരുന്നു ഇന്ന് പാർലമെൻറ്റിൽ നടന്നത്. അപ്പോൾ നമ്മൾ മോഡി ഗവൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് മുന്നോട്ട് വെച്ച, അവരുടെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എത്രമാത്രം നടത്താൻ കഴിഞ്ഞു എന്ന് തീർച്ചയായിട്ടും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. മോഡി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ സാധാരണക്കാരെ, അല്ലെങ്കിൽ കർഷക തൊഴിലാളികളെ, ചെറുകിട വ്യവസായികൾ, അതുപോലെ ഇന്ത്യയിൽ കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെല്ലാം നടപടികൾ അവർ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയിലെ പ്രധാനമായിട്ടും വ്യവസായികൾക്ക് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ വൻകിട ക്യാപിറ്റലിസ്റ്റിന്, ബൂർഷ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് തീർച്ചയായിട്ടും മോഡി ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ, അത് പെട്രോളിൻ്റെ പേരിലായാലും ഡീസലിൻ്റെ പേരിലായാലും, അതേപോലെ വാതകത്തിൻ്റെ പേരിലായാലും, നിത്യോപയോഗ സാധനങ്ങളുടെ പേരിലായാലും പിടിച്ചു വലിച്ച് വൻകിട കച്ചവടക്കാർക്ക്, വൻകിട വ്യവസായികൾക്ക് നൽകുന്ന മോഡി ഗവൺമെൻറ്റിൻ്റെ നയം തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണകരമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുണകരമല്ല. അതേപോലെ തന്നെ 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മതാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതാണ്. ഇന്ത്യ ഇന്ന് ഉറ്റുനോക്കുന്നത് പ്രധാനമായിട്ടും ഇടതുപക്ഷത്തേക്കാണ്. അത് ഇടതുപക്ഷമാണ് അതിൻ്റെ കടമകൾ നിർവഹിക്കേണ്ടത് എന്നാണ് നമ്മുടെ ഇന്ന് പാർലമെൻറ്റിൽ കണ്ട ചർച്ചയിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. കാരണം ഇനിയും നമ്മൾ അധികം സമയം 2019 ഇലക്ഷനിൽ ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികൾക്ക് ലഭിക്കില്ല. ഈ ശക്തമായിട്ടുള്ള ഇന്ന് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള ഈ ആൻറ്റി പീപ്പിൾസ് പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് ഇന്ത്യയിലെ ഇടതുപക്ഷം മുന്നോട്ട് വരികയും ജനാധിപത്യ പാർട്ടികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2019 ഇലക്ഷനെ നേരിടാനുള്ള ഒരു ശക്തമായിട്ടുള്ള നീക്കം നടത്തേണ്ടത് ആവശ്യകതയാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ നമ്മൾ കണ്ട ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ടത്. ശ്രീ KVS, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണല്ലോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അഥവാ ഒരു മുന്നണിയെ സംബന്ധിച്ച് അവരുടെ വിലയിരുത്തലിന് ഉപോദ്ബലകമായ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ. അങ്ങ് തന്നെ നോക്കൂ, എന്തൊക്കെയാണ് BJP പ്രധാനമായും വാഗ്ദാനം ചെയ്തിരുന്ന നിർണായകമായ ഘടകങ്ങൾ എന്ന് നോക്കാം. ഒന്ന്, വിലക്കയറ്റ നിയന്ത്രണമാണ്. UPയുടെ അവസാന കാലത്തുണ്ടായിരുന്ന ഈ പോളിസി സ്തംഭനത്തിൽ നിന്നുള്ള മോചനം, സുതാര്യ ഭരണം, വർഷം തോറും 1 കോടി ജനങ്ങൾക്ക് ജോലി, ധാരാളം വിദേശ നിക്ഷേപം, ഈ അതിവേഗ ട്രെയിൻ നെറ്റ്വർക്ക്, എല്ലാറ്റിനും ഉപരി അഴിമതിയും കള്ളപ്പണവും അവസാനിപ്പിക്കൽ. ഇതൊക്കെ വാഗ്ദാനം നൽകിക്കൊണ്ടാണ്, വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ്, അങ്ങനെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് അധികാരത്തിൽ ഏറിയത്. യഥാർത്ഥത്തിൽ ഇന്ന് എവിടെയാണ് മോദി സർക്കാർ എത്തി നിൽക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ എന്തൊക്കെയാണ് അവർ പാലിച്ചിട്ടുള്ളത് സത്യസന്ധമായി?
അല്ല, ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കുന്നതിൽ ഇത്ര മാത്രം ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു ഗവൺമെൻറ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. 4.5 വർഷമായല്ലോ. ഒരു അഴിമതി ആരോപണം ഈ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ കഴിഞ്ഞോ? ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വിളമ്പിയത് നമ്മളൊക്കെ കണ്ടു. റാഫേൽ ഡീലിനെ കുറിച്ച് ഞാൻ അതിലേക്ക് വരാം. ആദ്യമായിട്ട് തന്നെ ആ റാഫേൽ ഡീലിൽ അഴിമതി ഉണ്ടെന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. പാർലമെന്റിൽ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് മിനിമം പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെയാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നുള്ളത് വേറൊരു കാര്യം. അതവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഫ്രഞ്ച് പ്രസിഡന്റിനോട് സംസാരിച്ചു, ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒരു കരാറില്ല, ഇത് സംബന്ധിച്ച ഡീറ്റെയിൽസ് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല, കരാറില്ല എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചില്ലേ? അതിന് മറുപടി നിർമ്മല സീതാരാമൻ താമസിയാതെ തന്നെ പാർലമെന്റിന്റെ മുമ്പിൽ വച്ചില്ലേ? 2008 ജനുവരിയിൽ AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ ഫ്രഞ്ച് ഗവൺമെന്റുമായിട്ടുണ്ടാക്കിയ കരാറല്ലേ അത്? ആ 2008 എന്തിനു വേണ്ടിയിട്ടാ UPA ഗവൺമെന്റ് അങ്ങനെ ഒരു രഹസ്യ കരാർ ഉണ്ടാക്കിയത്? ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ? അത് കോൺഗ്രസിന്റെ താല്പര്യം സംരക്ഷിക്കാനാണോ? അത് പറയേണ്ട ഉത്തരവാദിത്തം ഒന്നുകിൽ ആന്റണിയെ ഈ രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. രാഹുൽ ഗാന്ധിയുടെ ഇന്റലക്ച്വൽ ലെവൽ എന്താണെന്നുള്ളത് ഇന്ത്യക്കാർക്ക് അറിയാം. അത് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്, പലതവണ അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ചുമതല AK ആന്റണിക്ക് ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആന്റണി ഇത് കേൾക്കുന്നില്ലേ? ഈ രാഹുൽ ഗാന്ധിയും കേരളത്തിലെ ഉൾപ്പെടെ കോൺഗ്രസ്സുകാരും വഴിയോരങ്ങളിൽ നിന്ന് കൂവി പ്രസംഗിച്ച് നടക്കുന്നത്. ഈ കരാറ്, രഹസ്യ കരാറ് AK ആന്റണി എന്തിനു വേണ്ടിയിട്ടാ ഫ്രഞ്ച് ഗവൺമെന്റുമായിട്ട് ഉണ്ടാക്കിയത്? അന്ന് UPAക്ക് സംരക്ഷിക്കേണ്ടിയിരുന്ന രഹസ്യം എന്തായിരുന്നു? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? യഥാർത്ഥത്തില് ഇന്നിപ്പോ പ്രതിക്കൂട്ടിലാകുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല, നമ്മൾ സത്യസന്ധനായിട്ട് കാണുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ ഒരു വലിയ മുഖമായിട്ട് കാണുന്ന AK ആന്റണിയും കൂടിയാണ്. ഒന്നുകിൽ ആന്റണി വെളിപ്പെടുത്തണം, താൻ ഈ കാര്യം ഇങ്ങനെ ഒരു കരാറുണ്ടെന്നുള്ള വിവരം പാർട്ടിയിൽ അറിയിച്ചിട്ടുണ്ടോ, രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ടോന്ന്. അത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പച്ചക്കള്ളം പാർലമെന്റിൽ പറയുമായിരുന്നു എന്ന് വ്യക്തമാവില്ലേ? ഇതിലെ ഇന്നത്തെ ചർച്ചയുടെ മൂല്യം ഒരു ആകെ തുക എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ഇത്തരം വിളമ്പലുകളാണ്, അസത്യ പ്രകടനങ്ങളാണ്. വേറെ ഏതു കാര്യം അദ്ദേഹം ഉന്നയിച്ചത്? എന്തിനാ ഇത്രയും വലിയൊരു പ്രസംഗം കഴിഞ്ഞിട്ട് നേരെ ഓടി പ്രധാനമന്ത്രിയുടെ കാല് പിടിക്കാൻ പോയത്? ഇന്നത്തെ കാലത്ത് ഇന്ത്യൻ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തില് അതിന് മറുപടി ശ്രീ KVS അഡ്വക്കേറ്റ് അനിൽ ബോസ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. പൊതുവെ ശാന്തശീലനായ KVS ഒരല്പം ക്ഷുഭിതനായി തന്നെയാണ് ഈ നിർണായകമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിന് പപ്പുമോൻ എന്ന ഇമേജിൽ നിന്ന് ഇന്ന് അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് കാരണം അദ്ദേഹം തന്നെ ബ്രീഫ് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ അതിനെ സംബന്ധിച്ച്, ഈ അഴിമതി ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, സ്വാഭാവികമായും ഇതിന് മറുപടി എങ്ങനെയാണ്? എൻ്റെ സ്നേഹിത, ഞാൻ ശ്രീ KVS ഹരിദാസുമായി നിരവധി തവണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു വെടികൊണ്ട പക്ഷിയുടെ അവസ്ഥയിലാണ് ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്, രോഷാകുലനാകുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഒന്നും കഴമ്പും കാര്യവും ഇല്ലെങ്കിൽ അദ്ദേഹം എന്തിനാ രോഷാകുലനാകുന്നത്? അല്ല, അതിന് മറുപടി പ്രധാനമന്ത്രി പറയും. ഞാൻ KVS പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. ഇവിടെ റാഫേൽ അഴിമതി എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. എന്താണ് റാഫേൽ ഇടപാട് അറിയണ്ടേ? അത് UPA ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. ശ്രീ AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ്. അതിനൊന്നും എനിക്ക് തർക്കമില്ല. KVS പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. 54,000 കോടി രൂപ മുടക്കി ഇന്ത്യയിലേക്ക് ടെൻഡർ വിളിച്ച് 126 വിമാനങ്ങൾ ഇന്ത്യയുടെ ഡിഫൻസിന് വേണ്ടി എടുക്കുന്നതിനാണ് ഫ്രാൻസുമായി ബന്ധപ്പെട്ട് കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചത്. അതിൽ വിവിധങ്ങളായിട്ടുള്ള കണ്ടീഷനുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ, പ്രാഥമികമായി ഇന്ത്യക്ക് തരാൻ പോകുന്ന ഒന്നാം ഘട്ടത്തിൽ തരേണ്ട 36 വിമാനങ്ങളിൽ 18 നിർമ്മിക്കേണ്ടത് ഇന്ത്യയിൽ വെച്ചായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറണം.
ഈ വ്യവസ്ഥകളുമായി പൊരുത്തപ്പെടാൻ അന്ന് ഫ്രാൻസ് തയ്യാറാകാഞ്ഞതുകൊണ്ട് തുടർ നടപടികളിൽ നിന്ന് സത്യസന്ധനായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീ KVS പറഞ്ഞതുപോലെ സംശുദ്ധമായ മുഖം എക്കാലവും കാത്തുസൂക്ഷിക്കുന്ന നേതാവ് ശ്രീ AK ആന്റണി അതിൽ നിന്ന് പിന്മാറി. UPA ഗവൺമെന്റ് അതിൽ നിന്ന് പിന്മാറി. 2015 വീണ്ടും ഇത് പുതിയതായി ചർച്ചയ്ക്ക് വരുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഫ്രാൻസ് സന്ദർശിക്കുന്ന കാലത്താണ്. അന്ന് അദ്ദേഹത്തോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളായ റിലയൻസിന്റെ ഉടമ അനിൽ അംബാനി കൂടെ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് അധികാരികളുമായുള്ള ചർച്ചയിൽ അദ്ദേഹത്തെ ഭാഗവാക്കാക്കി. റിലയൻസും അതോടൊപ്പം ഫ്രാൻസ് ഗവൺമെന്റിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടനിലനിന്നു. ആ ഇടനിലനിൽക്കുകയും 126 വിമാനങ്ങൾ വാങ്ങണമെന്ന UPA ഗവൺമെന്റിന്റെ ധാരണയിൽ നിന്ന് ഭിന്നമായി 36 വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുകയും നിശ്ചയിച്ച 54,000 കോടിയിൽ നിന്നും ₹1 പോലും കുറയ്ക്കാതെ ആ ഇടപാടിൽ, അതായത് 126 വിമാനങ്ങൾക്ക് നിശ്ചയിച്ച തുക 36 വിമാനങ്ങൾക്കായി നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കേണ്ടിയിരുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുന്നില്ല. KVS കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാങ്കേതിക വിദ്യ കൈമാറുന്നില്ല. എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനും പറഞ്ഞത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല, ഇത് ഇന്ത്യയുടെ രാജ്യ സുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയമാണ്, ഇത് രഹസ്യമാണ് എന്നാണ് ഇന്നലെ വരെ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് ശേഷം AK ആന്റണി ഉയർത്തി വെച്ച കരാറിന്റെ പേപ്പറുകൾ ഉയർത്തി കാണിച്ചു. എന്താണ്? AK ആന്റണി ആണോ ഈ പറയുന്ന 36 വിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 2015 ശേഷം കരാർ ഒപ്പിട്ടത്? AK ആന്റണി ഫ്രാൻസുമായി സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയങ്ങളോട്, ആവശ്യങ്ങളോട് തിരസ്കരിക്കുന്ന സമീപനം സ്വീകരിച്ച ഫ്രാൻസിനെതിരായ നിലപാട് സ്വീകരിക്കുകയും ആ നടപടികളുമായി മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്തയാളാണ് ശ്രീ AK ആന്റണി, അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ, അന്നത്തെ UPA ഗവൺമെന്റ്, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് മുന്നോട്ട് വെച്ചത്. ഈ കരാറുമായി മുന്നോട്ട് പോകണമെങ്കിൽ 18 വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലായിരിക്കണം, അതിന് സാങ്കേതിക വിദ്യ കൈമാറണമെന്ന്. ഇതൊന്നും മറച്ചു വെച്ച് ഇന്ത്യയിലെ മുഴുവൻ പൊതുസമൂഹത്തെയും പൊട്ടനാക്കാം എന്ന് BJP വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ അതിശക്തമായ ഇന്ത്യൻ പാർലമെന്റിലെ പ്രകടനം. നിങ്ങൾക്ക് അദ്ദേഹത്തെ പപ്പുമോൻ എന്ന് വിളിക്കാം, മണ്ഡൽ എന്ന് വിളിക്കാം, മന്ദബുദ്ധി എന്ന് വിളിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മന്ദബുദ്ധിയാണോ പപ്പുമോനാണോ എന്നുള്ളതല്ല പ്രശ്നം. എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്? ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ രേഖാമൂലമുള്ള കൃത്യതയുള്ള ഉത്തരവാദിത്വപൂർവമുള്ള മറുപടിയാണ് വേണ്ടത്. ആ ചോദ്യം ചോദിക്കുന്ന ആളെ മന്ദബുദ്ധിയായി ചിത്രീകരിച്ച് കുലുങ്ങി ചിരിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തെല്ലാം ശരിയാകുമെന്ന് ശ്രീ KVS ധരിക്കുന്നുണ്ടെങ്കിൽ, അത് ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് KVS ഓ BJP-യോ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റോ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഈ രാജ്യത്ത് വിലപ്പോകാൻ പോകുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ പ്രകടനങ്ങൾ. നിർമ്മല സീതാരാമൻ എന്തുകൊണ്ട് മറ്റൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല? BJP-യുടെ വക്താവായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് നിർമ്മല സീതാരാമൻ. വളരെ കൃത്യമായി ജനങ്ങളോട് ആശയ സംവാദത്തിന് കഴിവുള്ളയാണ്. അവിടെയാണ് സംശയം ജനിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഔദ്യോഗികമായ കരാറാണത്, സഭയിൽ പോലും ഡിസ്ക്ലോസ് ചെയ്യാനാവില്ല എന്ന തരത്തിലാണ് നിർമ്മല സീതാരാമൻ സംസാരിച്ചത്. നരേന്ദ്രമോദി തന്നെ നേരിട്ട് പാരീസിലെത്തി കരാർ വലിയ തോതിൽ തിരുത്തുകയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത്. അതിനടക്കം മറുപടി പറഞ്ഞിട്ടില്ല. ഖത്തറിന് ഇതിൽ കുറഞ്ഞ നിരക്കിൽ ഈ ഇടപെടലുകളിലൂടെ ഈ വിമാനത്തിന്റെ നിരക്ക് കുറച്ചു കൊടുത്തത് സംശയാസ്പദമാണ് എന്ന വിമർശനം ഉന്നയിക്കുന്നു. അങ്ങനെ നിരവധി സംശയങ്ങൾ നിൽക്കുന്നിടത്ത് കൃത്യമായി ഉത്തരം അതിനുണ്ടായില്ല എന്നുള്ളിടത്താണ് ഈ സംശയത്തിന്റെ മുനയിൽ ഇവരെ വീണ്ടും നിർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറുപടി ഉണ്ടാവേണ്ടതുണ്ട്, അതിലേക്ക് വരാം. നരേന്ദ്രമോദി സർക്കാരിനെതിരായ ആദ്യ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. റഫേൽ ഇടപാടിൽ നരേന്ദ്രമോദിയുടെ അഴിമതി തുറന്നുകാട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. മോദി രാജ്യത്തിന്റെ കാവൽക്കാരനല്ല, കൊള്ളക്കാരനാണ് എന്നാണ് രാഹുൽ സഭയിൽ പറഞ്ഞത്. ലോക്സഭയിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. രാഹുലിനെതിരെ BJP-യുടെ അവകാശ ലംഘന നോട്ടീസ്. ശിവസേന വോട്ടെടുപ്പ് ബഹിഷ്കരിക്കും. BJD അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. KVS ഹരിദാസ് അദ്ദേഹം ഒരിക്കൽ കൂടി ചേരുന്നു. അഡ്വക്കേറ്റ് അനിൽ ബോസിന് എങ്ങനെയാണ് താങ്കൾ മറുപടി പറയുന്നത്? പ്രത്യേകിച്ച് ദ ഗ്രേറ്റ് റഫേൽ മിസ്റ്ററി എന്ന പേരിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങളിൽ ക്യാമ്പയിൻ പോലും ആരംഭിച്ചത്. ശ്രീ KVS, ഈ നിഗൂഢതയ്ക്ക് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളിടത്താണ് പ്രസക്തമായ ചോദ്യങ്ങൾ നിൽക്കുന്നത്. KVS,
റാഫേൽ ഡീൽ സംബന്ധിച്ച് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള ധാരണയായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നതാണ്. അനിൽ ബോസിന് ബോഫീസ് പോലുള്ള ഡീലുകളുടെ ചരിത്രമേ അറിയുള്ളൂ. ആയുധം ഇടപാടെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കള്ളത്തരമാണ്, അഴിമതിയാണ് എന്നുള്ള ഒരു പാരമ്പര്യമാണ് കോൺഗ്രസ്സുകാർക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് മറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല. യഥാർത്ഥ പ്രശ്നം ഇവിടെയുള്ളത് ഇന്ത്യ ഗവൺമെന്റും ഫ്രഞ്ച് ഗവൺമെന്റും തമ്മിലുള്ള ഡീലാണ്. അതിനിടയ്ക്ക് ഇടനിലക്കാരനില്ല. മാത്രമല്ല അതിൽ അനിൽ ബോസ് പറയുന്നത് എന്താ, 2008 ഒരു യുദ്ധവിമാനം വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെ കഥകളാണ്. ഇത് 2015-ലും 2016-ലും 2017-ലുമാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. ഇന്നത്തെ നിലയ്ക്ക് അത്യന്താധികമായ യുദ്ധവിമാനങ്ങൾ എങ്ങനെ വാങ്ങണം, അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഇന്ത്യ ചിന്തിച്ചത്. നമ്മുടെ എയർഫോഴ്സിൻ്റെ നിർദ്ദേശവും കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ HIL-നെ കൊണ്ട് നിർമ്മിക്കുകയല്ല ചെയ്യുന്നത്. മേക്കിംഗ് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യക്ക് നൽകേണ്ട ഉത്തരവാദിത്തം റാഫേലിനാണ്, ഫ്രഞ്ച് ഗവൺമെന്റിനാണ്. ഇന്ത്യയുടെ ഉത്തരവാദിത്തമല്ലത്. അത് ഇന്ത്യയിൽ നിർമ്മിക്കും. ഇന്ത്യയിൽ അതിന് വേണ്ടുന്ന പാർട്ട്ണറെ കണ്ടെത്തേണ്ടത് റാഫേലിന്റെ ചുമതലയാണ്, നരേന്ദ്രമോദിയുടെ ചുമതലയല്ല, രാഹുൽ ഗാന്ധിയുടെയുമല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ ചുമതലയല്ല. അത് ചെയ്യേണ്ടത് റാഫേലാണ്. അവരാണ് കണ്ടെത്തേണ്ടത്. അവരാരെ വേണമെങ്കിലും കണ്ടെത്താം. പക്ഷെ നമുക്ക് ഒന്നേ ആവശ്യമുള്ളൂ, നമ്മൾ ആവശ്യപ്പെട്ട ക്വാളിറ്റിയുള്ള സാമഗ്രികൾ നമുക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച് കിട്ടണം. അതിനാണ് ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നാണ്. ആ സ്പെസിഫിക്കേഷൻ പുറത്തുവിടാൻ തൽക്കാലം സാധിക്കില്ല. അത് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള കരാറുണ്ടാക്കിയത് നരേന്ദ്രമോദിയല്ല. അതിൻ്റെ വില സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല എന്ന രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് കരാറുണ്ടാക്കിയത് നരേന്ദ്രമോദിയല്ല. അത് AK ആന്റണിയുടെ കാലത്താണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഡിഫൻസ് ഡീൽസിൻ്റെ മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് തീരുമാനിച്ചത് AK ആന്റണിയാണ്. അതെന്തുകൊണ്ടാണ് 2008 അങ്ങനെ ഒരു കരാറ് ഫ്രാൻസുമായിട്ട് കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയത് എന്നതാണ് അനിൽ ബോസ് രാജ്യത്തിനോട് പറയേണ്ടത്. രാഹുൽ ഗാന്ധി പറയേണ്ടിയിരുന്നു. അതാണ് യഥാർത്ഥ പ്രശ്നം. സ്വാഭാവികമായ ഇതിലൊരു നിഗൂഢത സൃഷ്ടിച്ചിരുന്നത് എന്തിനാണ്? കാരണം വ്യോമസേനയ്ക്ക് വേണ്ടിയിരുന്ന 126 വിമാനങ്ങൾ അതിന്റെ പകുതിയോളമായി വെട്ടിക്കുറച്ചു. ഒരു വിമാനത്തിന് 526 എന്നുള്ളത് 1000-ന് അപ്പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെ ആരാണ് തീരുമാനിച്ചത്? ഇക്കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാനാവില്ല എന്ന് സഭയിൽ അറിയിച്ചത് ആരാണ്? എന്തിനാണ് ഇങ്ങനെ ഒരു രഹസ്യാത്മകത ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത്? UPA സർക്കാരിന്റെ കാലത്ത് നിന്ന് ഈ കരാറിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് പറയാനുള്ള ബാധ്യതയില്ലേ? ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി വെക്കുന്നത് എന്തിനാണ്? അല്ലെന്ന്, UPA സർക്കാരിന്റെ കാലത്ത് കരാറൊന്നും ഇല്ലെന്ന് അത് അനിൽ ബോസ് പറയുന്നല്ലേ. പറഞ്ഞേക്കോ, UPA സർക്കാരിന്റെ കാലത്ത് ഇവര് പോയി ചർച്ച നടത്തിയിട്ടുണ്ടാവും. അതിന് ചില ദല്ലാളന്മാരുണ്ടായിട്ടുണ്ടാവും. കോൺഗ്രസ്സുകാരുടെ എല്ലാ ഡീലിലും ദല്ലാളന്മാരുണ്ട്. അവര് പോയി ചർച്ച നടത്തിയിട്ടുണ്ടാവും. പക്ഷെ അതിനിടയ്ക്ക് AK ആന്റണി ഒരു കരാറുണ്ടാക്കി. ആ കരാർ ഫ്രഞ്ച് ഗവൺമെന്റുമായിട്ടാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഏതെല്ലാം ഡിഫൻസ് ഡീൽസ് നടത്തുന്നോ അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന്. ഈ റാഫേലിനെ ബാധിക്കുന്നതല്ല. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഏത് ഡിഫൻസ് ഡീൽ ഉണ്ടെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നൊരു കരാർ എന്തിനാ AK ആന്റണി ഉണ്ടാക്കിയത്? അതിലാണ് ദുരൂഹതയുള്ളത്. എന്നിട്ടും ഇവര് റാഫേൽ ഡീൽ സെറ്റിൽ ചെയ്തില്ല. അതിനെക്കുറിച്ച് ഏതോ ദല്ലാളന്മാർ മുഖേന സംസാരിച്ചേ ഉള്ളൂ. അല്ലാതെ അതൊരു കോൺക്രീറ്റ് സ്റ്റേജിലേക്ക് UPA ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കാലത്തും വന്നിട്ടില്ല. അത് സ്പെസിഫിക് ആയത് നിലപാടെടുത്തത് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ഇന്ത്യയുടെ റിക്വയർമെന്റ് പരിശോധിച്ചിട്ട് എത്ര വിമാനം വേണമെന്ന് തീരുമാനിച്ചത് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ഇവര് കോൺഗ്രസ്സുകാർ ദല്ലാളന്മാരെ വെച്ചിട്ട് ചില കരാറുകളെ കുറിച്ച് ചർച്ച നടത്തിയത് അത് പബ്ലിക് ഡൊമൈനിലൊന്നുമില്ല, ഗവൺമെന്റ് ഫയലുകളിലുണ്ടോ എന്ന് പോലും അറിയില്ല. അതാണ് യാഥാർത്ഥ്യം.
ഒരിടവേള കൂടി പോകേണ്ടതുണ്ട്. എന്തായാലും റാഫേൽ കരാറിലെ സിംഹഭാഗവും തുകയും അനിൽ അംബാനിയുടെ കമ്പനിയായ എയ്റോ സ്ട്രക്ചറും ദസൂസ് ഏവിയേഷനും ചേർന്ന സംയുക്ത സ്ഥാപനത്തിന് എങ്ങനെ ലഭിച്ചു എന്ന ചർച്ച കൂടി ഉയർന്നു വരേണ്ടതുണ്ട്. അതിനുകൂടി മറുപടി ലഭിക്കണം. കാരണം പുറത്തുനിന്ന് അസൂയാലുക്കൾ പറയുന്നത് 50% വിഹിതം പോയത് അംബാനിക്കാണ് എന്നാണ്. നരേന്ദ്രമോദി സർക്കാരിനെതിരായ ആദ്യ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് അല്പസമയത്തിനകം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ എസ് കെ സജീഷ് CPM വക്താവ്, ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PV തോമസ്, അദ്ദേഹം ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ PV തോമസ്, എങ്ങനെയാണ് പൊതുവിൽ സഭാ നടപടികൾ പ്രതീക്ഷിക്കപ്പെടുന്നത്? 535 അംഗങ്ങളുള്ള ലോക്സഭയിൽ 268 ആണല്ലോ ഇതിനെ മറികടക്കാനുള്ള റൗണ്ട് ഫിഗർ എന്നുള്ളത്. പക്ഷേ 129 അംഗങ്ങളാണ് പ്രതിപക്ഷത്തിനുള്ളത്. എക്സ്ട്രീം പോയാലും 166 ആയേക്കുമെന്ന സാധ്യത മാത്രമാണുള്ളത്. ഇവിടെ ഫിഗർ കൊണ്ടൊരു മറികടക്കൽ സാധ്യമല്ല എങ്കിൽ പോലും പ്രധാനമായും ഈ 1516 ദിവസം ഭരണം പൂർത്തിയാക്കിയ മോദി സർക്കാരിനെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തുന്നുണ്ടോ ഇന്നത്തെ സഭാ നടപടികൾ? പൊതുവിൽ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? അംഗസംഖ്യ കൊണ്ട് തീർച്ചയായിട്ടും മുൾമുനയിൽ നിർത്തുന്നില്ല മോഡി സർക്കാരിനെ. മോഡി സർക്കാർ വിജയിച്ചു തന്നെ വരും, അതിൽ ആരും സംശയമില്ല. പക്ഷേ ഇവിടെ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ നോക്കണം. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആലിംഗനം, മോഡിയുടെ അടുത്തേക്ക് ചെല്ലുക, മോഡിയെ അദ്ദേഹം കൊള്ളക്കാരെന്ന് വിളിച്ചു, അതിനുശേഷം അദ്ദേഹം ഓടിപ്പോയി കെട്ടിപ്പിടിക്കാറുണ്ടായത്, അതിനുശേഷം ആൾക്കാരെ നോക്കി കണ്ണിറുക്കി കാണിക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രാഷ്ട്രീയം മാറുന്നതും രാഹുൽ ഗാന്ധിയുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ വർധനവുമാണ് കാണുന്നത്. അദ്ദേഹം റാഫേൽ ഡീലിനെ കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ പേപ്പേഴ്സ് വെച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ലാവുകയില്ല. CAG റിപ്പോർട്ട് ഉണ്ടാകുമല്ലോ. ഈ ഡീലെല്ലാം കൃത്യമായിട്ട് CAG റിപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ മോഡിയുടെ ഭരണത്തിനെതിരായിട്ട് യാതൊരു അഴിമതി ആരോപണം വന്നില്ല എന്ന് KVS പറയുകയുണ്ടായി. ശരിയാണ്. UPയുടെ ഭരണത്തിനെതിരായിട്ടുള്ള അഴിമതി ആരോപണം വന്നു രണ്ടാം UPയുടെ ഭരണകാലത്താണ് വരുന്നത്. അന്നേരമാണ് CAG 2G സ്കാമിനെ കുറിച്ച് വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും രാഹുൽ ഗാന്ധി വളരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി. അത് ചട്ടലംഘനമാണോന്ന് അറിയാൻ പാടില്ല, അദ്ദേഹം കെട്ടിപ്പിടിച്ചതും ചട്ടലംഘനമാണോന്ന് അറിയാൻ പാടില്ല. ആണെങ്കിൽ ആ ചട്ടം തീർച്ചയായിട്ടും സുമിത്ര മഹാജൻ കോട്ട് ചെയ്യണം. കോട്ട് ചെയ്തിട്ട് പറയണം, ഇന്ന ചട്ടം അനുസരിച്ച് കെട്ടിപ്പിടിക്കാൻ പാടില്ല, പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. പക്ഷേ ഈ ഡിബേറ്റിനിടയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ വെളിയിൽ വരികയുണ്ടായി. അതായത് മോഡി ഗവൺമെൻറ്റിൻ്റെ ഈ വർഷം വരെയുള്ള ഈ 4.5 വർഷത്തെ ഭരണത്തിലുണ്ടായിരിക്കുന്ന ഓരോ ക്രമക്കേടുകളും ഭരണ പരാജയവും എടുത്തു കാണിക്കുവാനായിട്ട് പ്രതിപക്ഷത്തിന് അവസരം കിട്ടി. അത് വളരെ ഒരു നല്ല പരിധി വരെ എടുത്തു കാണിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. രാജ്നാഥ് സിംഗിൻ്റെ പ്രസംഗം ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കുകയില്ല. പക്ഷേ അത് ആദ്യമായിട്ടൊന്നുമല്ല ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുന്നത്. 1984 നടന്നത് ഈ ആൾക്കൂട്ട കൊലയാണെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കമ്പയർ ചെയ്യുകയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പശു സംരക്ഷകരുടെ വിജിലൻസും അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹം 2002 ഗുജറാത്ത് വംശഹത്യ അദ്ദേഹം സൗകര്യം മറന്നു. അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഒളിച്ചുവെപ്പിലും കള്ളക്കളികളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഹിന്ദു പാകിസ്ഥാൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ശശി തരൂർ പറയുണ്ടായി താലിബാൻ അറ്റാക്ക്, ഹിന്ദു താലിബാനിസം എന്നെല്ലാം പറയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഓഫീസ് ആക്രമണത്തെ കുറിച്ച്. അതെല്ലാം വരികയുണ്ടായി. അതെല്ലാം വരട്ടെ. ഇതെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഹിന്ദു പാകിസ്ഥാൻ എന്ന് ശശി തരൂർ പറഞ്ഞുകൊണ്ടുള്ള തെറ്റെന്താണ്? അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ട് ബാക്ക്ലാഷ് ഇവിടെ ഉണ്ടാകും, വടക്കേനിയിൽ ഉണ്ടാകും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റാണത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രമേണ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതാണ്. അതൊന്നും വസ്തുതവിധം നിർത്തട്ടെ. സുപ്രീം കോടതി പോലും പറഞ്ഞല്ലോ ഈ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരായിട്ട്. ആരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ആരുടെ ഏത് സംഘപരിവാറിൻ്റെ ഏത് പോഷക സംഘടനകൾ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് നിർത്തലാക്കാൻ സാധിക്കാതെ പോകുന്നതും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിലൂടെ ഇതെല്ലാം വെളിയിൽ വരികയാണ്, പുറത്തു വരികയാണ്. അതെല്ലാം മറുപടി തരട്ടെ ഗവൺമെൻറ്. ഏതായാലും അവിശ്വാസ പ്രമേയം വിജയിക്കാൻ പോകുന്നില്ല. മോഡി ഗവൺമെൻറ് തീർച്ചയായിട്ടും തുടരുക തന്നെ ചെയ്യും. അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഒരുപക്ഷെ കോൺഗ്രസോ അല്ലെങ്കിൽ TDPയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ലെഫ്റ്റ് പാർട്ടികളോ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ
ഈ NDAയിലെ ചില വിള്ളലുകൾ കാണിക്കാൻ സാധിച്ചു. ശിവസേന പോലെ എക്സാമ്പിളായിട്ട്, പിന്നെ BJD, അങ്ങനെ ഓരോ പാർട്ടികളിലും അവരുടെ ഒപ്പം നിർത്താൻ പറ്റിയില്ല. പക്ഷേ AIADMK എന്ന പാർട്ടി തീർച്ചയായിട്ടും അവരുടെ ഒപ്പം ഉണ്ടായി. അപ്പോൾ ഓരോരുത്തരുടെയും നിലപാടുകൾ വ്യക്തമാക്കുവാനും ഈ അവിശ്വാസ പ്രമേയം സഹായിച്ചു, അതിനുള്ള സമാധാനം സഹായിച്ചു, ഇനി വോട്ടെടുക്കലും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ വിജയം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും NDA ഗവൺമെന്റിനും മോഡിക്കും വലിയ വിജയമായിരിക്കും. അതെ, ഇവിടെ ശ്രീ SK സജീഷ് അദ്ദേഹം കൂടി ചേരുന്നു. കോൾ സ്കാമും 2G സ്കാമും അടങ്ങുന്ന വലിയ അഴിമതിയുടെ ഒരു തുടർക്കഥയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ NDA സർക്കാരിന് ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങി കിട്ടുന്നത്. അല്ലാതെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പോലെ മോദിയുടെ പ്രഭാവം കൊണ്ടല്ല എന്ന് പുറകോട്ട് പിന്നീട് വന്ന ചില സർവേകളെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വലിയ അളവോളം അത് വസ്തുതയുമായിരുന്നു. സജീഷ്, ഇവിടെ ആപ്കി ബാർ മോദി സർക്കാർ എന്ന വലിയ ഹാഷ്ടാഗുമായി ക്യാമ്പയിനുമായി ഇവർ ഭരണം ആരംഭിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഈ 1516 ദിവസം വരെയുള്ള കാലഘട്ടത്തെ, ദിവസങ്ങളെ എങ്ങനെയാണ് പൊതുവിൽ കാണാനാവുക? കാരണം വലിയ പ്രതീക്ഷകൾ നൽകിയിടത്ത് നിന്ന് ഒരർത്ഥത്തിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടിയാണല്ലോ. ഈ പറഞ്ഞതുപോലെ സഭയിൽ അവിശ്വാസം പാസ്സാകാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്, ഈ ഫിഗർ കൊണ്ട് മറികടക്കാനാവില്ല. എങ്കിൽ പോലും ഇത് നൽകുന്ന സൂചന എന്താണ്? തീർച്ചയായും ഇത് ഒരു വലിയ പരിശോധനയാണ്. ഒരു പക്ഷേ പാർലമെന്റിനകത്ത് നടക്കുന്ന ഒരു വിചാരണയാണെന്ന് കാണാം. ഈ വിചാരണയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ വിധി ഉണ്ടാകുന്നത് 19-ൽ നടക്കാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെയായിരിക്കും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അച്ചാദിൻ ആയേഗ, നല്ല ദിനങ്ങൾ വരാൻ വേണ്ടി പോകുന്നു എന്ന് ഒരു മുദ്രാവാക്യം നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഈ രാജ്യത്ത് വെക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിനു മുമ്പ് നല്ല ദിനങ്ങളല്ലായിരുന്നു എന്ന ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. നല്ല ദിനങ്ങളല്ല അഴിമതിയുടെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും കോൺഗ്രസ് ഈ രാജ്യത്ത് സമ്മാനിച്ചു പോയത് നമുക്കറിയാം. അതുകൊണ്ടാണ് നല്ല ദിനങ്ങൾ എന്നൊരു മുദ്രാവാക്യം വെക്കാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ ആ നല്ല ദിനങ്ങൾ മുന്നോട്ട് വെച്ച, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 1516 ദിവസങ്ങൾ, ആ 1516 ദിവസങ്ങൾ വെച്ച് നോക്കിയാൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വിദേശയാത്രയുടെ കണക്ക് വെക്കുമ്പോൾ 1484 കോടി രൂപ ചെലവഴിച്ചു എന്നാണ്. അതായത് ഒരു ദിവസം ഏതാണ്ട് 1 കോടി രൂപ വിദേശയാത്രയ്ക്ക് ചെലവഴിക്കുന്ന രീതിയിലാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോയത്. പിന്നെ കേവലമായ ഒരു റാഫേൽ യുദ്ധവിമാന ഇടപാട് മാത്രം ചർച്ച ചെയ്യുകയല്ല ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ വളരെ വിശാലമായി കഴിഞ്ഞ 4.5 വർഷത്തോളം അടുക്കുന്ന BJPയുടെ ഗവൺമെന്റിനെ ഉരകല്ല് വെച്ച് ജനങ്ങളുടെ മുന്നിൽ പരിശോധിക്കുകയാണ്. അതാണ് BJP ഭയക്കുകയും ചെയ്യുന്നത്. KVSന് ഭയം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. KVSന് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയാത്ത അതുകൊണ്ടാണ്. ആരോടും പറയാതെ ഒളിച്ചും മറച്ചും ഈ രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളെയും തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി നുണകൾ മാത്രം പ്രചരിപ്പിക്കുകയും ആ നുണകളിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. നിരന്തരം കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുക, അതാണ് ചെയ്തത്. ആദ്യത്തെ പ്രഖ്യാപനം 15 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ വരും എന്ന് പറഞ്ഞത് മുതൽ അവനവന്റെ ബാങ്കിൽ ഉണ്ടായിരുന്ന പണമെല്ലാം കൈക്കലാക്കിയ ഏറ്റവും വലിയ, രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി ഏതെന്ന് ചോദിച്ചാൽ നോട്ട് നിരോധനമാണ് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി. രാജ്യത്തുള്ള സകലമാന മനുഷ്യന്റെയും കയ്യിലുള്ള പണം തങ്ങളുടെ പണമാക്കി മാറ്റി. എന്നിട്ട് അതിന് മനോഹരമായി BJP ഒരു പേരും നൽകി. ആ പേരാണെന്ത്? ഈ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് അനുകൂലമായി MLA-മാരെ വോട്ട് ചെയ്യിക്കാൻ അമിത്ഷായുടെ പുതിയ തന്ത്രം ഓപ്പറേഷൻ കമല എന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ കമലയല്ല, ഓപ്പറേഷൻ ഹവാലയ്ക്ക് ആവശ്യമായ മുഴുവൻ പണവും സ്വരൂപിക്കുന്ന രാജ്യവും ലോകവും കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നോട്ട് നിരോധനം. അതാണ് 750 കോടി രൂപ 5 ദിവസം കൊണ്ട് കേവലം ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായി ഇരുന്നു കൊണ്ട് അമിത്ഷായുടെ ബാങ്കിൽ സ്വരൂപിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചയിൽ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യത്തെ കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആത്മഹത്യ ചെയ്യുന്ന കർഷകൻ അവൻ നടത്തുന്ന വലിയ പോരാട്ടം ഈ രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നു. കാർഷിക മേഖലയിൽ നടക്കുന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായിരിക്കും ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്ന ചർച്ച. പിന്നെ ഈ രാജ്യത്തെ 14ഓളം വരുന്ന ഈ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ, ഈ തൊഴിൽ നിയമങ്ങൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും വേണ്ടി മാറ്റി എഴുതുകയാണല്ലോ നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തത്. ആ തൊഴിൽ നിയമ ഭേദഗതിക്കെതിരായി ഇപ്പോ KVSന്റെ തന്നെ സംഘകുടുംബത്തിൽ അംഗമായിട്ടുള്ള BMSകാർക്ക് നരേന്ദ്രമോദിക്ക് മുർദാബാദ് വിളിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തേണ്ടി വന്നു. ഈ രാജ്യത്ത് പണിമുടക്കിയ 18 കോടി തൊഴിലാളികളോടൊപ്പം
ഈ രാജ്യത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ രാജ്യത്തെ യുവജനങ്ങളോട് പറഞ്ഞു 2 കോടി തൊഴിൽ നൽകാം ഒരു വർഷമെന്ന്. 2 കോടി പോയിട്ട് ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റുതൊലച്ച് ഇന്ത്യൻ റെയിൽവേയിൽ ഉൾപ്പെടെ ലഭിക്കുന്ന തൊഴിലവസരം ഇല്ലാതാക്കി പൂർണ്ണമായി സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു. തൊഴിൽ സുരക്ഷ 1946 ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ നിയമമാണ്. ആ നിയമമാണ് തൊഴിൽ സുരക്ഷ എന്ന് പറയുന്ന സ്ഥിരം തൊഴിലവകാശം. അതായത് തൊഴിലിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കാനുള്ള സ്ഥിരമായ അവകാശം, ആ അവകാശം പോലും നിഷേധിച്ചു. ഇതിനെതിരായി തൊഴിലാളികളുടെ, യുവജനങ്ങളുടെ, രാജ്യത്തെ പാഠ്യപദ്ധതി തകർക്കുന്നതിനെതിരായി ഇല്ലാതാക്കുന്ന ഒരു വർഷം 1 കോടി തൊഴിലിനായിരുന്നു വാഗ്ദാനം. അതിൽ ഏറെ ഞാൻ പറയട്ടെ തുടർന്നോളൂ. അല്ല ഞാൻ പറയട്ടെ, ഒരു വർഷം 2 കോടി തൊഴിലെന്നാണ് വാഗ്ദാനം ചെയ്തത്. അത് അവർ, ഞാൻ പറയട്ടെ, ഹലോ പറഞ്ഞോളൂ, തുടർന്നോളൂ. അതായത് ഇങ്ങനെ ഓരോ മേഖലയിലുമുള്ള വഞ്ചനയുണ്ടായി. ഏറ്റവും ഒടുവിലത്തതാണ് രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി ഇതുവരെ ജനിക്കാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്, ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്, റിലയൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രേഷ്ഠ പദവി 1000 കോടി രൂപ ബജറ്റിൽ നിന്ന് എടുത്തു നൽകുകയാണ്. 1 ലക്ഷം കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ സമാഹരിക്കുന്നത് ഈ രാജ്യത്തിന്റെ പൊതുമേഖലയെ വിറ്റുകൊണ്ടാണ്. ഇങ്ങനെ എത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പരമോന്നത കേന്ദ്രമായ ഇന്ത്യൻ പാർലമെന്റ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ KVSന് വലിയ പ്രയാസം ഉണ്ടാകും. രാജ്യത്തെ BJPക്കാർ മുഴുവൻ അനുഭവിക്കുന്ന പ്രയാസം അതാണ്. അതുകൊണ്ടാണ് നേരത്തെ ഈ അവിശ്വാസ പ്രമേയത്തിന് പോലും നോട്ടീസ് നൽകിയിട്ട് പോലും അനുമതി നൽകാതിരുന്നത്. ഈ ചർച്ച ഉണ്ടാകുമെന്ന്. മറ്റൊന്ന് KVS പറഞ്ഞ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, റാഫേൽ യുദ്ധവിമാന ഇടപാട് ആരുമായിട്ടാ? ഫ്രഞ്ച് ഗവൺമെന്റ് ആയിട്ടാണെന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരും വിശ്വസിക്കില്ല. റിലയൻസുമായിട്ടാണ്. ഈ പറഞ്ഞ 1454 കോടി രൂപ ഈ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ മുഴുവൻ ചുറ്റിയപ്പോ ഏതെങ്കിലും നയതന്ത്ര പ്രതിനിധി ഉണ്ടായിരുന്നോ? ഈ രാജ്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നോ? ഈ രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നോ? ഇടത്ത് അദാനിയും വലത്ത് അംബാനിയുമായിരുന്നു. റാഫേൽ യുദ്ധവിമാന കരാറിൽ 30,000 കോടി ലാഭം ഉണ്ടാക്കിയ ആരാണ്? അംബാനിയല്ലേ? അതിന്റെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ അതേ അംബാനിയുടെ സിനിമ നിങ്ങൾ പത്മാവതി വിവാദമാക്കി. ചൈനയുമായി കരാറുണ്ടാക്കിയതാരാണ്? അദാനിയല്ലേ? അദാനിക്കും അംബാനിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളായി തടിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന, അതായത് ഇന്റർനാഷണൽ ബിസിനസ് ഏജന്റ് ആയിട്ടാണ് നരേന്ദ്രമോദി ഇത്രയും കാലം പ്രവർത്തിച്ചത്. ഇവിടെ ഒരു ഇന്റേണലായി ആഭ്യന്തര ബിസിനസ് ഏജന്റ് ആയിട്ട് ഈ രാജ്യത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അമിത്ഷായും പ്രവർത്തിച്ചു. ഇതാണ് ഇവരുടെ ബാലൻസ് ഷീറ്റ്. ആ ബാലൻസ് ഷീറ്റ് രാജ്യത്തെ പാർലമെന്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അത് കേൾക്കുകയാണ്. അതിന് മറുപടി ഇവർക്ക് കിട്ടുകയും ചെയ്യും. അതെ, നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് ഒരർത്ഥത്തിൽ ഇനി കടന്നു വരുന്നതും. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചില ഉടമ്പടികൾ രഹസ്യമാക്കി വെക്കാനുള്ള ബാധ്യത ഈ കരാറുമായി ബന്ധപ്പെട്ടുണ്ട്. 2008 ഈ രഹസ്യ ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതായി ഈ ഘട്ടത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ അതിന്റെ വസ്തുതകൾ സംബന്ധിച്ച് ഇനി അന്വേഷിച്ച് പോകേണ്ടിയിരിക്കുന്നു. വരുന്ന മണിക്കൂറുകളിൽ അതിന്റെ സ്ഥിതിയും അറിയാൻ സാധിക്കും. എന്തായാലും മറ്റ് വിവരങ്ങളിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. ഡോക്ടർ ഗോപിനാഥ് പിള്ള, ഇവിടെ എല്ലാ സർക്കാരിനും അവരുടേതായ നേട്ടങ്ങൾ, അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പൗരൻ എന്ന നിലയിൽ അതിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ചോദ്യം ചെയ്യാനുള്ള അവകാശം നമ്മൾക്കുമുണ്ട്, ഓരോ വ്യക്തികൾക്കുമുണ്ട്. ഇന്ന് പാർലമെന്റിൽ ഒരർത്ഥത്തിൽ അതിന്റെ ഒരു മറുപുറം കൂടിയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. നേരത്തെ KVS അടക്കം പറഞ്ഞ പോലെ വിവിധ കാര്യങ്ങളായി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവിടെ അഴിമതി ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ, ഈ അഴിമതിക്കെതിരെ അധികാരത്തിൽ വന്നു എന്ന് അവർ തന്നെ അവകാശവാദം ഉന്നയിച്ചപ്പെട്ട ഒരു സർക്കാരായിരുന്നല്ലോ. വ്യക്തിപരമായി വലിയ അഴിമതികൾ മന്ത്രിമാർക്കെതിരെ പ്രത്യക്ഷത്തിലില്ല. വാക്ക് ശ്രദ്ധിക്കുക, പ്രത്യക്ഷത്തിലില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇനി തൃശ്ശൂരിൽ കള്ളനോട്ടടി മുതലുള്ള കാര്യങ്ങൾ എണ്ണി BJP സർക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ അനുഭാവികളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇവരുടെ മൂലധനത്തിൽ വന്ന വമ്പൻ കുതിച്ചുചാട്ടം, വർഷം തോറും വർദ്ധിച്ചു വരുന്ന ബാങ്ക് തട്ടിപ്പുകൾ, കോർപ്പറേറ്റുകളിൽ നിന്ന് പിരിക്കാനാകാത്ത കിട്ടാക്കടങ്ങൾ, പോരാത്തതിന് കർണാടക തെരഞ്ഞെടുപ്പിലടക്കം 1000 കണക്കിന് കോടി രൂപയുടെ അഴിമതിയിൽ പിടിയിലായവർ, പാർട്ടിയുടെ പ്രധാനികളാണ് അവരൊക്കെ, കുതിര കച്ചവടത്തിന് ഇറങ്ങിയ കഥകൾ, ഇങ്ങനെ റിലേറ്റഡ് ആയി എന്തെല്ലാം സാധനങ്ങളുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ അഴിമതി ഇല്ലാത്തവർ ഒരു വലിയ അവകാശവാദവും ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ശ്രീ ഗോപിനാഥ് പിള്ള? തീർച്ചയായിട്ടും പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ അഴിമതിയില്ല എന്ന് പറയാമെങ്കിലും ധാരാളം പ്രശ്നങ്ങൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആയുധ ഇടപാടും അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താണ്? ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ 4.5 വർഷത്തെ മോഡി ഗവൺമെൻറ്റിൻ്റെ ഭരണം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? സോ ഇത് നമ്മൾ പ്രധാനമായിട്ടും വിലയിരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ എന്താണ് സ്വീകരിച്ചിട്ടുള്ളത് മോഡി ഗവൺമെൻറ്? ഇന്ത്യൻ്റെ വലിയ മുതലാളിമാരുടെ അവർക്ക് ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ അവരുടെ മൂലധനവും അവരുടെ ബിസിനസ്സും വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ ഉള്ള നയങ്ങളും പരിപാടികളുമാണ് മോദി ഗവൺമെൻറ് ഈ കഴിഞ്ഞ 4.5 വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കുമ്പോഴാണ് സജീഷൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവന്നു. ആർക്കാണ് ഡീമോണിറ്റൈസേഷൻ കൊണ്ട് പ്രയോജനമുണ്ടായിട്ടുള്ളത്? അതും ഇന്ത്യയിലെ വൻകിടക്കാർക്ക് തന്നെയാണ് ഡീമോണിറ്റൈസേഷൻ. സാധാരണപ്പെട്ട ജനങ്ങൾ അതിൻ്റെ തിക്തഫലങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? എത്ര കള്ളപ്പണം തിരികെ വന്നിട്ടുണ്ട്? ഇതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിന് യാതൊരു കൃത്യമായിട്ടുള്ള കണക്കുകളും ഇന്നുമില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ നമ്മൾ ഏത് മേഖലയുടെ വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനെയൊക്കെ മാറ്റിയിട്ട് പുതിയ ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് നേട്ടമാണ് സാധാരണ വിദ്യാഭ്യാസത്തിനുള്ളത്? യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അത് മാറ്റിയിട്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ കൊണ്ടുവന്നുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് HRDയുടെ ഭാഗമായിട്ട് മാറ്റുന്ന ഒരു നയമാണ് മോദി ഗവൺമെൻറ് ഉള്ളത്. അങ്ങനെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ മധ്യവർഗത്തെ വളരെയധികം ദുരിതത്തിലാക്കുന്ന ഒരു നടപടിയാണ് മോദി ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പല പരിപാടികളും ഇപ്പം ആയുധ ഇടപാടാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നതെങ്കിൽ തന്നെയും ഗവൺമെൻറ് ഓരോ പോളിസി എടുക്കുമ്പോഴും അത് ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താനായിരിക്കണം ഉപകരിക്കേണ്ടത്. അതിന് പകരം അംബാനിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അംബാനിയെ പോലുള്ള ബിസിനസ്സുകാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയലിസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇന്ത്യക്ക് നൽകുന്നത്. അത് ഇന്ത്യക്ക് ഗുണകരമാവില്ല. അത് ശക്തമായിട്ട് എതിർക്കാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ വിഷൻ, എന്താണ് അദ്ദേഹത്തിൻ്റെ മിഷൻ? ഇന്നും അദ്ദേഹം 2019 ഇലക്ഷൻ ഇനി അധികം ദൂരമില്ലാത്ത ഈ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് 2019 ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്താണ്? ഇതൊന്നും പറയാൻ കോൺഗ്രസിനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്നാണ് നമ്മളിന്ന് കാണുന്ന ചർച്ചകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം വേണം. ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സഖ്യം, ഒരു ജനാധിപത്യ സഖ്യം, ഒരു മതേതര സഖ്യം ഉരുത്തിരിഞ്ഞ് വരണമെന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ ചർച്ചയിൽ പറയാനുള്ളത്. അങ്ങനെ കടന്നു വരുന്നൊരു സഖ്യത്തിന്റെ നാന്ദികുറിപ്പ് കൂടി വളരെ സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ ഇന്ന് പാർലമെന്റിൽ നടക്കുന്നത്. കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു ബലാബലം ഈ അക്കങ്ങൾ കൊണ്ട് മറികടക്കാനാകില്ലെങ്കിൽ പോലും അവരുന്നയിക്കുന്ന വിഷയങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സഖ്യത്തിന്റെ സാധ്യതകളുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന നിലയിൽ കൂടിയാണ് സ്വാഭാവികമായും ഇത് പരിശോധിക്കപ്പെടുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർ കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മോദി സർക്കാരിനെതിരായ ആദ്യ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റാഫേൽ ഇടപാടിൽ മോദിയുടെ അഴിമതി തുറന്നുകാട്ടി രാഹുൽ പ്രസംഗം നടത്തി. മോദി രാജ്യത്തിന്റെ കാവൽക്കാരനല്ല കൊള്ളക്കാരനാണ് എന്നാണ് രാഹുൽ പറഞ്ഞത്. ലോക്സഭയിൽ നാടകീയ മുഹൂർത്തങ്ങളാണ് അരങ്ങേറിയത്. രാഹുലിനെതിരെ BJPയുടെ അവകാശ ലംഘന നോട്ടീസ്, ശിവസേന വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും BJD അംഗങ്ങൾ ഇറങ്ങിപ്പോയി എന്ന പുതിയ വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നിലവിൽ ലഭിക്കുന്നത്. പെരിങ്ങമല അജി, ശിവസേന വക്താവ്, അദ്ദേഹം കൂടി നിലവിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പെരിങ്ങമല അജി, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കാരണം ശിവസേന ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഈ 10,000 വർഷത്തിനിടയിൽ കണ്ടിട്ടുള്ള ഏറ്റവും മോശം ഭരണമെന്നാണ് സഖ്യകക്ഷികളായ നിങ്ങൾ തന്നെ ഒരു ഘട്ടത്തിൽ BJPയെ NDA ഗവൺമെന്റിനെ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഈ അതൃപ്തി? അല്ല, BJP ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെക്കുറിച്ച് തുടക്ക സമയങ്ങളിൽ ഒക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ശിവസേന. അതിൻ്റെ സഖ്യകക്ഷിയായി നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധിച്ചിട്ടുള്ള പാർട്ടിയാണ്. കാരണം ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കുമെല്ലാം മുൻതൂക്കം നൽകുന്നത്, ഇപ്പം റാഫേൽ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നോട്ട് നിരോധനം, ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് പ്രധാനമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ തിടുക്കവും അതിൻ്റെ പ്രവൃത്തിയായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിൽ എടുക്കാത്ത നരേന്ദ്രമോദി, BJP ഗവൺമെൻറ് ഒരു രീതിയിൽ പോലും ഒരു കാര്യം പോലും ചർച്ച ചെയ്യാതെ സ്വന്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ട് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുവാനുള്ള അത് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ നിന്നും ഇന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ശിവസേന പറയുന്നതിൽ നമുക്കറിയാം,
പല ഘട്ടങ്ങളിലും നോട്ട് നിരോധനം സ്വന്തമായി എടുത്തെടുത്തുള്ള തീരുമാനമാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ 2019 തെരഞ്ഞെടുപ്പിനെ അതിനെ ധൈര്യത്തോടു കൂടി സ്വീകരിക്കുവാനും തയ്യാറെടുപ്പിൽ തന്നെയാണ് ശിവസേന. അത് ഏത് നിലപാടിലെടുത്താലും BJPയുടെ നയപരമായിട്ടല്ലാത്തയുള്ള അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് തന്നെ ശിവസേന മുന്നോട്ട് പോകുന്നുള്ള ഒരു പ്രതിഷേധവും കൂടിയാണ് ഇന്നത്തെ ഈ ഇറങ്ങിപ്പോക്കിന്റെ പിന്നിലുള്ളതെന്ന് തന്നെയാണ് ശിവസേനയ്ക്ക് പറയാനുള്ളത്. 1989 സഖ്യകക്ഷിയാവുന്നത് 29 വർഷത്തെ നീണ്ട ബാന്ധവമാണ് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് സംബന്ധിച്ച പ്രസ്താവനകൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റിലും ഇന്നത് പ്രതിഫലിച്ചിട്ടുണ്ട്.